നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ്. കേരള സർക്കാരിന് കീഴിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വകുപ്പിലെ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു ഒഴിവാണുള്ളത്. എന്നാൽ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയിൽ വരുന്ന ഒഴിവുകളൊക്കെ നികത്തു നിന്നാൽ കൂടുതൽ ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ശമ്പള സ്കെയിൽ ഇവിടെ 43,400 മുതൽ 91,200 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം തന്നെ 60,000 രൂപയ്ക്കുള്ളിൽ ലഭിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലേക്ക് വനിതകളും അതുപോലെ ഡിസബിലിറ്റി ഉള്ളവരും ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. ഭിന്നശേഷിക്കാരിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായം പറഞ്ഞുള്ള 20 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ SC/ST-കാരെക്കാട്ട് 5 വർഷവും OBC-കാർക്ക് 3 വർഷവും ഇതിലേക്ക് ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. യോഗ്യത കൊണ്ടുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ കെമിസ്ട്രി ICA വിഷയമായിട്ട് എടുത്തുള്ള ബിരുദമുള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നല്ല ശാരീരിക യോഗ്യത, അതുപോലെ സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ മികച്ച നിലവാരം പുലർത്തിയിട്ടവർക്ക് മുൻഗണന നൽകും എന്നും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ശാരീരിക യോഗ്യതകൾ വേണം. ഉയരം പറഞ്ഞിട്ടുള്ളത് പാദരക്ഷകളില്ലാതെ പൊതുവിഭാഗത്തിലുള്ളവർക്ക് 165 സെന്റിമീറ്ററും പട്ടികവിഭാഗത്തിലുള്ള 160 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. തൂക്കം ജനറൽ കാൻഡിഡേറ്റ്സിന് 50 കിലോഗ്രാം, SC/ST-കാരുടെ കാൻഡിഡേറ്റിന് 48 കിലോഗ്രാം ഉണ്ടായിരിക്കണം. നെഞ്ചളവ് ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ 81 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. അത് 5 സെന്റിമീറ്റർ എക്സ്പാൻഷനോട് ഉള്ള കഴിവുണ്ടായിരിക്കണം. എന്നാൽ പട്ടികവിഭാഗത്തിലുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ 26 സെന്റിമീറ്റർ മതി. അവർക്ക് 5 സെന്റിമീറ്റർ അതിലേക്ക് എക്സ്പാൻഷൻ അവർക്കും ഉണ്ടായിരിക്കണം എന്ന കാര്യം ഓർക്കുക. നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. 2 കണ്ണിനും ദൂരക്കാഴ്ച 2 കണ്ണിനും 6/6 സ്നെല്ലിൽ ഉണ്ടായിരിക്കണം. സമീപ കാഴ്ച 2 കണ്ണിലും 0.5 സ്നെല്ലിൽ ഉണ്ടായിരിക്കണം. ഫീൽഡ് ഓഫ് വിഷൻ പൂർണ്ണമായിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. വർണ്ണാന്തത, കോങ്കണ്ണ്, അതിൽ കണ്ണിന്റെ കൺപോളകളുടെ അനാരോഗ്യമായിട്ടുള്ള വ്യവസ്ഥ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം കൂടി. അപ്പോൾ അതോടൊപ്പം നമ്മളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഒരു ഡോക്ടറുടെ സർട്ടിഫൈ ചെയ്ത് നമ്മുടെ മെഡിക്കലി നല്ല കാഴ്ചയുള്ള ആളെന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിന്റെ ഫോർമാറ്റ് ഈ ആപ്ലിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേ ഫോർമാറ്റ് നിങ്ങൾ കണ്ണിന്റെ ചെക്ക് ചെയ്തുകൊണ്ട് അതും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടുന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതിനുശേഷം കായികക്ഷമതാ പരീക്ഷകളും ഉണ്ടായിരിക്കും. 8 ഐറ്റംസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 5 ഐറ്റം നമ്മൾ ക്വാളിഫൈ ചെയ്യണം. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ് ഫിനിഷ് ചെയ്യണം. ഹൈ ജമ്പ് ആണെങ്കിൽ 132.2 സെന്റിമീറ്റർ, ലോങ് ജമ്പ് 457.2 സെന്റിമീറ്റർ എറിയണം. ഷോർട്ട് പുട്ട് ആണെങ്കിൽ 7.264 കിലോഗ്രാം ഉള്ള ഷോർട്ട് പുട്ട് 609.6 സെന്റിമീറ്റർ എറിയാൻ കഴിവുണ്ടായിരിക്കണം. ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ 6,096 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. റോപ്പ് ക്ലൈംബിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ച് 365.8 സെന്റിമീറ്റർ ക്ലൈംബ് ചെയ്യണം. പുഷപ്പ് അല്ലെങ്കിൽ ചിന്നിങ് 8 തവണ എടുക്കണം. 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡിൽ ഫിനിഷ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും 8 എണ്ണം ഉണ്ട്. അതിൽ 5 എണ്ണം ക്വാളിഫൈ ചെയ്താൽ മതിയാവും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ ഇതിലേക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ 7 വർഷം ഈ ഫോഴ്സിൽ ഫയർഫോഴ്സിൽ ജോയിൻ ചെയ്യണം, സേവനം അനുഷ്ഠിക്കാൻ നമ്മൾ ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന സർക്കാർ പറയുന്ന രീതിയിലുള്ള എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യേണ്ടി വരുന്ന കാര്യം കൂടി ഓർമ്മിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർ 2 വർഷം പ്രൊബേഷൻ ആയിരിക്കും. ട്രെയിനിങ് ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. സ്റ്റേറ്റ് ഫയർ സർവീസ് ട്രെയിനിങ് സ്കൂളിലോ നാഷണൽ ഫയർ സർവീസ് കോളേജ് നാഗ്പൂർ അവിടെ ആയിരിക്കും ട്രെയിനിങ് ലഭിക്കും. അത് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപേക്ഷ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കേരള PSCക്ക് ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന ഒരു 1 ടൈം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ 1 തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ കേരള PSC വെബ്സൈറ്റ് www.keralapsc.gov.in സൈറ്റിൽ പോവുക. അതിൽ നമ്മൾ ബേസിക് ഡീറ്റെയിൽസ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ലഭിക്കുന്ന യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ എത്ര പോസ്റ്റ് വേണം പിന്നീട് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ നമ്മൾ ആ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യണമെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപ്പൊ ഈ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നമ്മുടെ ഫോട്ടോ എടുത്തത് നമ്മുടെ പേര് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്ന എന്ന കാര്യം കൂടി മറന്നു പോകരുത്. അതേപോലെ അപേക്ഷ തികച്ചും സത്യസന്ധമായ വിവരങ്ങളൊക്കെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ ഒരു പ്രിന്റൗട്ട് കൂടി എടുത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് കോൺടാക്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രയോജനം ചെയ്യുന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതിനായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ മൈ ആപ്ലിക്കേഷൻസ് ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് അതിലേക്ക് അതിന്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതുപോലെ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട OMR ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഉണ്ടെങ്കിൽ എഴുതാൻ നമ്മൾ റെഡിയാകുന്ന കൺഫർമേഷൻ കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ കൺഫർമേഷൻ ആവശ്യപ്പെടുന്ന സമയം നിർബന്ധമായും കൊടുത്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പ് ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനും പരീക്ഷ എഴുതാനും അവസരം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ പിന്നീട് എക്സാം ഡേറ്റ് ആകുന്ന സമയത്ത് അറിയിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള 2026 ഓഗസ്റ്റ് 5 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. www.keralapsc.gov.in സൈറ്റ് വഴി വേണം ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. എല്ലാ ഡീറ്റെയിൽസോടെ നോട്ടിഫിക്കേഷനോടെ ലഭ്യമാണ്. അപ്ലൈ ചെയ്യുന്ന ലിങ്കും ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാൻ. താല്പര്യമുള്ള ഒരു അവസരം പരമാവധി വിനയപ്പെടുത്തുക. താങ്ക് യു.